ഫെബ്രുവരി 22 വ്യാഴാഴ്ച. മത്തായി 16, 13 മുതൽ 19 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ പത്രോസിൻ്റെ ചെയർ എന്ന തിരുനാൾ ആഘോഷിക്കുന്നു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തിരുശേഷിപ്പാണ് സെൻറ്റ് പീറ്ററിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന സെൻറ്റ് പീറ്റേഴ്സ് ചെയർ. റോമിലെ ആദ്യകാല ക്രിസ്ത്യാനികളുടെ നേതാവും ആദ്യത്തെ മാർപ്പാപ്പയുമായ വിശുദ്ധ പത്രോസിൻ്റേതാണ് എന്ന് പാരമ്പര്യം അവകാശപ്പെടുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു സിംഹാസനമാണ് അത്. AD 875 ചാൾസ് ദി ബോൾഡ് എന്ന ചക്രവർത്തി ജോൺ 8 മാർപ്പാപ്പയ്ക്ക് നൽകിയ ഒരു സമ്മാനമായിരുന്നു ഇത്. ജിയാൻ ലോറൻസോ ബെർണിനി രൂപകൽപ്പന ചെയ്തതും 1647 നിർമ്മിച്ചതുമായ ഗിൽറ്റ് വെങ്കല ആവരണത്തിലാണ് ഈ തിരുശേഷിപ്പ് പൊതിഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിനും വിശ്വാസത്തിലും ദാനധർമ്മത്തിലും ഐക്യം നിലനിർത്തുന്നതിനും പത്രോസിൻ്റെയും പിൻഗാമികളുടെയും പ്രത്യേക ദൗത്യത്തിൻ്റെ പ്രതീകമാണ് ഈ കസേര എന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ 2012 പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്, അവർ നടന്നു പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, യോഹന്നാൻ ആണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു, മറ്റു ചിലർ ജെർമിയായോ പ്രവാചകന്മാരിൽ ഒരാളോ ആണെന്ന് വിശ്വസിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞ ഉത്തരങ്ങളിൽ യേശു തൃപ്തനായില്ല. അവൻ തിരിഞ്ഞ് അവരെ നോക്കി ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ശിമയോൻ പത്രോസ് ആണ് എന്നതിൽ അതിശയിക്കാനില്ല. പത്രോസ് യേശുവിനെ നേരെ നോക്കി അവൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായിരുന്നു. സുവിശേഷ വിവരണത്തിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ യേശു പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഉടനെ ഒരു മടിയും കൂടാതെ പത്രോസ് യേശുവിനെ അനുഗമിച്ചു. ഒരു സാധാരണ പണിക്കാരൻ വിശ്വാസത്തോടെ യേശുവിനോടൊപ്പം യാത്ര ചെയ്തു. പത്രോസ് ജീവിച്ചിരുന്ന ലോകം അടിച്ചമർത്തലിൻ്റെയും അക്രമാസക്തമായ അധിനിവേശത്തിൻ്റെയും ലോകമായിരുന്നു. യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക എന്നത് അപകടകരമായൊരു കാര്യമായിരുന്നു. എന്നിട്ടും അവൻ ചെയ്തത് അതാണ്. ഇന്ന് ഇതേ ചോദ്യം നിങ്ങളോടും എന്നോടും യേശു ഉന്നയിക്കുന്നു. പല സ്രോതസ്സുകളിൽ നിന്നും യേശുവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ വ്യക്തിപരമായി നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അവൻ ആരാണെന്ന് നമുക്ക് ശരിക്കും അറിയാമോ? പരിശുദ്ധാത്മാവിലൂടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് അതിന് ഉത്തരം വെളിപ്പെടുത്തിയില്ലെങ്കിൽ, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതോ സ്കൂളിൽ നിന്ന് പഠിച്ചതോ ആയ യേശുവിനെക്കുറിച്ചുള്ള ചില വരണ്ട നിർവചനങ്ങൾ മാത്രമേ നമുക്ക് ഉച്ചരിക്കാനാവൂ. എന്തെന്നാൽ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുമ്പോൾ മാത്രമേ ആഴത്തിലുള്ള ഒരു ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കൂ.
യേശുവുമായി ഒരു ആത്മബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യപുത്രൻ ആരാണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ കഴിയൂ. അവനെക്കുറിച്ചുള്ള ഈ അറിവ് ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. നാം അത് സ്വീകരിക്കുമ്പോൾ നാം അവൻ്റെ ശരീരവും നരകത്തിൻ്റെ കവാടവുമായ സഭയ്ക്കൊരു ജീവിക്കുന്ന സാക്ഷിയുമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിലെ അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചുകൊണ്ട് നമുക്ക് ദൈവിക അറിവിൽ വളരുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.